പുൽവാമ ഭീകരാക്രമണം ഇന്ത്യക്കേറ്റ വലിയൊരു തിരിച്ചടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാക് മണ്ണിൽ കയറി ഇന്ത്യ ഭീകരാക്രമണം നടത്തുന്നു എന്ന വലിയ ആരോപണവുമായി ബ്രിട്ടീഷ് മാധ്യമമായ ദ ഗാർഡിയന്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതിന് പിന്നിലെ പ്രധാന കാരണം ഇന്ത്യ ഭീകരവാദികൾ എന്ന് മുദ്രകുത്തിയ മത തീവ്രവാദികളുടെ അസ്വാഭാവികമായ മരണം തന്നെയാണ്. പാകിസ്ഥാൻ ജയിലിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരൻ സർംജിത് സിംഗിനെ കൊലപ്പെടുത്തിയ അമീർ സർഫറാസ് താംബെ അജ്ഞാതന്റെ വെടിയേറ്റ് മരണപ്പെട്ടതും ലഷ്കർ-ഇ-തോയ്ബ സ്ഥാപകൻ ഹഫീസ് സാജിദും ഗുരുതരാവസ്ഥയിലാണെന്ന അഭ്യൂഹം പടർന്നതും തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. ഈ റിപ്പോർട്ടിനെ തുടർന്ന് അസംബന്ധം പറഞ്ഞ് സമാധാനം കളഞ്ഞാൽ അതിർത്തി കടന്ന് ഭീകരരെ വധിക്കുമെന്ന മുന്നറിയിപ്പും ഇന്ത്യ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ പോലും ഇതുവരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇന്ത്യ ഭീകരരായി പ്രഖ്യാപിച്ചവരാണ് വിദേശ രാജ്യങ്ങളിൽ തുരുതുര കൊല്ലപ്പെടുന്നത്, അതും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ തന്നെ. അതിൽ ഏറ്റവും കൂടുതൽ പേര് കൊല്ലപ്പെട്ടത് പാക് മണ്ണിലും. കൊന്നതാരാണെന്നോ കൊല്ലിച്ചതാരാണെന്നോ പോലും അറിയില്ല. കൊല്ലപ്പെട്ടവരെല്ലാം ഇന്ത്യ ലിസ്റ്റ് ചെയ്ത മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകൾ. ആരാണ് ഈ മരണങ്ങൾക്കെല്ലാം പിന്നിൽ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ ചാര ഏജൻസിയായ റോയും മൊസാദിന്റെ പാതയിലാണെന്നുള്ള വ്യാപകമായ ചർച്ച ഉയരാനുള്ള കാരണം എന്താണ് ഈ ആരോപണത്തിന്റെ പിന്നിലെ വാസ്തവം? പാക് മണ്ണിലും അതിന് പുറത്തുമായി നടക്കുന്ന ഭീകരവേട്ടയ്ക്ക് പിന്നിൽ ഇന്ത്യയാണോ അതോ ഇന്ത്യക്ക് അതിൽ പങ്കുണ്ടോ എന്നൊന്നും അറിയില്ല. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇന്ത്യ ഭീകരരായി പ്രഖ്യാപിച്ച 20-ലധികം ഭീകരരാണ് വിദേശ മണ്ണിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ഭീഷണിയായ ഭീകരരെ ഉന്മൂലനം ചെയ്യുക എന്ന വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമായാണ് പാകിസ്ഥാന്റെ മണ്ണിലെ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് പേര് വെളിപ്പെടുത്താത്ത ഇന്ത്യ പാക് രഹസ്യ അന്വേഷണങ്ങളുമായുള്ള സംഭാഷണങ്ങൾ ഉന്നയിച്ചാണ് ബ്രിട്ടീഷ് മാധ്യമമായ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അത് ഇന്ത്യയുടെ നയമല്ലെന്ന് വ്യക്തമാക്കിയ വിദേശകാര്യ മന്ത്രാലയം വാർത്ത ശുദ്ധ അസംബന്ധമാണെന്നും തിരിച്ചടിച്ചിട്ടുണ്ട്. UAE കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇന്റലിജൻസ് സ്ലീപ്പർ സെല്ലുകളാണ് ഈ കൊലപാതകങ്ങൾ പിന്നിലെന്നാണ് ഗാർഡിയന്റെ വാദം. പ്രാദേശിക കുറ്റവാളികളെയും പാകിസ്ഥാനിലെ തദ്ദേശീയരെയും പണം വാഗ്ദാനം ചെയ്ത് റിക്രൂട്ട് ചെയ്താണ് ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് ഗാർഡിയൻ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇസ്രായേലിന്റെ മൊസാദ്, റഷ്യയുടെ KGB തുടങ്ങിയ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയുടെ ഈ തന്ത്രപരമായ നീക്കമെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഗൗരവമേറിയ വിഷയത്തിൽ പാകിസ്ഥാൻ ഇതുവരെയും ഒരു പരസ്യ പ്രചാരണത്തിന് തയ്യാറായിട്ടില്ല. അതിനു പിന്നിൽ മറ്റൊരു കാരണവുമുണ്ട്. ഭീകരവാദികൾക്ക് പാക് മണ്ണിൽ അഭയം നൽകുന്നു എന്ന ആരോപണം പണ്ടുമുതൽക്കേ നിലനിൽക്കുന്ന ഒന്നാണ്. കൊല്ലപ്പെട്ടവരിൽ ഏറെയും പാകിസ്ഥാനിൽ പരസ്യമായോ രഹസ്യമായോ ജീവിച്ചു വന്നവരുമാണ്. എന്നാൽ പാക് അധികാരികൾ പലപ്പോഴും അത് നിഷേധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങൾ പരസ്യമായി അംഗീകരിക്കാൻ പാക് അധികാരികൾ വിമുഖത കാണിക്കുന്നെന്നാണ് അധികാരികൾ പറയുന്നത്. ഇതാദ്യമായല്ല ഇന്ത്യക്കെതിരെ ആരോപണം ഉയരുന്നത്. കനേഡിയൻ പൗരൻ ഹർദീപ് സിംഗ് നജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണത്തിന് പിന്നാലെയുണ്ടായ ഇന്ത്യ കാനഡ നയതന്ത്ര പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അമേരിക്കയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. 2019 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 2022 കാണ്ഡഹാർ വിമാന റാഞ്ചിൽ തുടങ്ങി ഇന്ത്യ വിട്ടയച്ച ഭീകരർ സഹൂർ മിർച്ചിയെ കറാച്ചിയിൽ ബൈക്കിൽ വന്ന അജ്ഞാതർ വെടിവെച്ച് കൊന്നു. 2023 സെപ്റ്റംബറിൽ ലഷ്കർ-ഇ-ടി കമാൻഡർ അബു ഖാസിം എന്ന റിയാസ് അഹമ്മദ് പാക് അധിനിവേശ കശ്മീരിലെ ഒരു പള്ളിയിൽ വെടിയേറ്റ് മരിച്ചു. 2023 ഫെബ്രുവരിയിൽ കറാച്ചിയിൽ വെച്ച് അൽ ബദൽ കമാൻഡർ സാഹിദ് ഖാലിദ് റാസ തലയ്ക്ക് വെടിയേറ്റ് മരിച്ചു. ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഖലിസ്ഥാൻ ഭീകരവാദികളും പലയിടങ്ങളിലായി ഇങ്ങനെ കൊല്ലപ്പെട്ടു. കൊലപാതക രീതി മൊസാദിന്റേതായുള്ള അഭ്യൂഹങ്ങൾ പരക്കെയുണ്ടെങ്കിലും ആരാണ് കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് ഇപ്പോഴും വ്യക്തമല്ല. തെളിവുകൾ അവശേഷിപ്പിക്കാതെ കൊലയാളികളെ ഇല്ലാതാക്കുന്ന മൊസാദിന്റെ രീതി. എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഈ ആരോപണങ്ങൾ BJP സർക്കാരിന് ഉപയോഗപ്രദമാകുമെന്നതിൽ സംശയമേ വേണ്ട.